ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു പുതിയൊരു ആപ്പ് പുറത്തിറക്കി. കൊച്ചിൻ എയർപോർട്ട് എന്ന പേരിലാണ് ആപ്പ്. നമുക്ക് ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. കൊച്ചിൻ എയർപോർട്ട് എന്ന പേരിലുള്ള ഈ ആപ്പ് iOS എന്ന പ്ലാറ്റ്ഫോമിലും നമ്മുടെ അധികം പേരുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് മൊബൈലിലും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഇത് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരം ഈ ആപ്പിൽ ലഭിക്കും. ടെർമിനലുകൾക്കുള്ളിൽ വഴികാട്ടിയായും ഈ ആപ്പ് ഉപയോഗിക്കാം. നമുക്കപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇതുപോലെ കൊച്ചിൻ എയർപോർട്ട് എന്നടിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വിമാനങ്ങളുടെ കൃത്യമായ സമയപട്ടിക, കാലാവസ്ഥ, ഗേറ്റ്, മറ്റുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, ബാഗേജ് ലഭിക്കുന്ന ഇടം, പാർക്കിംഗ് സൗകര്യങ്ങളും, ATM, കടകൾ, ഫോൺ ചാർജിംഗ് പോയിന്റുകൾ, ഫാർമസി, ശുചിമുറികൾ, സ്മോക്കിംഗ് റൂമുകൾ, എമിഗ്രേഷൻ ഓഫീസുകൾ, എയർലൈൻസ് ഓഫീസുകൾ എന്നിവയെല്ലാം ഈ ആപ്പ് വഴി യാത്രക്കാരെ സഹായിക്കുന്നു. കൊച്ചിൻ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ VK കുര്യൻ കൊച്ചിൻ എയർപോർട്ട് മൊബൈൽ ആപ്പ് പുറത്തിറക്കി. വിമാനത്താവള യാത്രക്കാർക്കും സന്ദർശകർക്കും പരമാവധി പ്രയോജനം ലഭിക്കത്തക്ക വിധത്തിലാണ് ഈ ആപ്പ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് VK കുര്യൻ പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡാണ് സിയാലിനായി ആപ്പ് തയ്യാറാക്കിയത്. ആരുടെയും സഹായമില്ലാതെ ടെർമിനലുകൾക്കുള്ളിൽ സഞ്ചരിക്കാനും ഡ്യൂട്ടി ഫ്രീ ഉൾപ്പെടെയുള്ള ഷോപ്പിംഗ് സ്ഥലങ്ങളിലെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അറിയാനും ആപ്പ് സഹായിക്കുന്നു. weather.com എന്ന വെബ്സൈറ്റിൻ്റെ സഹായത്തോടെയാണ് തത്സമയ കാലാവസ്ഥ വിവരങ്ങൾ കൊച്ചിൻ എയർപോർട്ട് എന്ന ആപ്പിലൂടെ ലഭിക്കുന്നത്. ഈ ആപ്പ് ഇംഗ്ലീഷ്, മലയാളം എന്നീ 2 ഭാഷകളിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും. കൊച്ചിൻ എയർപോർട്ടിലേക്ക് വരുന്ന വിദേശികൾക്കും അതുപോലെ തന്നെ പുതുതായി കൊച്ചിൻ എയർപോർട്ടിലേക്ക് വരുന്ന മലയാളികൾക്കും എല്ലാവർക്കും ഈ ആപ്പ് ഉപയോഗിച്ച് എയർപോർട്ടിൻ്റെ ഓരോ ദിശകളും മാപ്പ് ഉപയോഗിച്ചും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം